നമ്മളെല്ലാവരും ഈ കരിങ്കണ്ണ് അങ്ങനെയുള്ള വാക്കുകൾ ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ളവരൊക്കെ കൂടുതൽ കേട്ട് കാണും. കാരണം ഞാൻ ഒരു നാട്ടിൻപുറത്തുകാരനാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്കറിയാവുന്നൊരു വ്യക്തിയുണ്ട്. പുള്ളി വഴി കൂടെ പോകുമ്പോൾ തെങ്ങിലൊക്കെ നോക്കി വെച്ചിട്ട് അയ്യോ എന്ത് തേങ്ങയാന്നേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിറ്റേ പ്രാവശ്യം ആകുമ്പോഴത്തേക്കും ആ തെങ്ങിൽ ഈ എന്താണ് മണ്ടരി ബാധിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ ഇത് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുള്ളി നോക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവരുടെയും ലൈഫിൽ സംഭവിക്കാറുണ്ട്. അതുപോലെ അനുഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കും ഉണ്ടായേക്കാം. ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ലൈഫിലുണ്ടായൊരു അനുഭവമാണ്. അദ്ദേഹത്തിന് നല്ലൊരു കുഞ്ഞുമകളുണ്ട്. കുഞ്ഞുമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 പഠിക്കുന്ന കൊച്ചാണ്. അവൾക്ക് ലക്ഷ്യമുണ്ട്. എന്താകണം എന്നുള്ളത് അവളുടെ ചെറുതിലെ അവൾ ആ ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ്. സ്കൂളിൽ ഏറ്റവും പഠിക്കുന്ന കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും മെമൻറ്റോ ഒക്കെ നൽകുന്നതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞിനാണ് 4-5 മെഡലുകളും മെമൻറ്റോകളൊക്കെ കിട്ടി പല വിഷയത്തിനുള്ള പെർഫോമൻസിനെല്ലാം. അവിടെ എല്ലാവരും ഈ കുഞ്ഞിനെ വന്ന് അനുമോദിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് ആ കുഞ്ഞിൻ്റെ തലയിൽ തലോടിയിട്ട് പറഞ്ഞു, കൊച്ചു നല്ലപോലെ പഠിക്കുമല്ലോ, ബുദ്ധിരാക്ഷസിയാണ്, കുറച്ച് മാർക്ക് ബാക്കിയുള്ളവർക്കും കൂടി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് പോയി. എന്ത് സംഭവിച്ചു എന്നറിയില്ല. അതിനുശേഷം ഈ കുഞ്ഞിന് പഠിക്കാൻ പറ്റുന്നില്ല. പഠിച്ചാൽ ഓർമ്മ നിൽക്കില്ല. പഠിക്കാനിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര തലവേദനയും കണ്ണുവേദനയും പല ശാരീരിക മാനസികമായ ബുദ്ധിമുട്ടുകൾ. കുഞ്ഞിന് പിന്നെ സ്ഥിരമായി ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല. കൊച്ചിന് പഠിക്കേണ്ട ആ ഒരു ലെവലിലേക്ക് വന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇവർ പ്രാർത്ഥനകളും പരിപാടികളും നേർച്ചകളൊക്കെ നടത്തി ഒന്നും മാറിയില്ല. അവസാനം സൈക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ അവർ തീരുമാനിച്ചപ്പം എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്നു. ഞങ്ങൾ വളരെയധികം സംസാരിച്ചു, കുഞ്ഞുമായിട്ട് എന്താ പ്രശ്നം. അപ്പോൾ കുഞ്ഞല്ല മറുപടി പറയുന്നത്, മാതാപിതാക്കളാണ്. എടാ കണ്ണേറ് കിട്ടിയതാണ്, പണ്ടങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി, അതിനുശേഷം എൻ്റെ കൊച്ചിൻ്റെ പഠിത്തമെല്ലാം നശിച്ചത്, ഞങ്ങൾ അതൊഴിഞ്ഞിട്ടു ഇതൊഴിഞ്ഞിട്ടു എന്നിട്ടൊന്നും മാറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു വ്യക്തിയെ അറിയാം. ഒരു പ്രശസ്തിയുടെ പിന്നാലെ പോകാത്ത ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി, ഇത്തരം വിഷയങ്ങൾ മാറ്റാൻ സിദ്ധിയുണ്ടെന്ന് ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു വ്യക്തി. അത്യാവശ്യം ചില കാര്യങ്ങൾ പുള്ളി ചെയ്താൽ അത് ചെയ്തതാണ്. അങ്ങനെ ഒരു വ്യക്തി എനിക്കറിയാം. പുള്ളിയുടെ അടുത്ത് ഞാൻ ഈ വിഷയം സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, അത് കണ്ണേറ് തട്ടിയതാണ്, നമുക്കൊരു കാര്യം ചെയ്യാം. അവരുടെ വീട്ടുകാരുടെ അടുത്ത് നിന്ന് പുള്ളി ചെയ്യുന്നതിന് പുള്ളി പ്രതിഫലം വാങ്ങും കേട്ടോ. ഒരു 501 രൂപ എനിക്ക് വാങ്ങിച്ചു തന്നാൽ ഞാനൊരു സാധനം ഉണ്ടാക്കിത്തരാം. അത് ആ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ തൂക്കിയിട്ടാൽ മതി. അപ്പം വിടും. അങ്ങനത്തെ ഒരു സാധനം ചെയ്ത് 1-2 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പുള്ളിയുടെ പ്രാർത്ഥനകളും വിശ്വാസങ്ങളും കഴിഞ്ഞ് പുള്ളി അത് തന്നു. ഞങ്ങൾ വളരെ കാണാൻ രസമുള്ള ഒരു മുള കൊണ്ടൊരു സാധനം, മുളമുള്ളു കൊണ്ടുണ്ടാക്കിയ ഒരു വസ്തു. അപ്പം ആ കൊച്ചിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളെല്ലാം വാങ്ങിയിരുന്നു. അത് അനുസരിച്ചാണ് പുള്ളി അത് ചെയ്തേക്കുന്നത്. അപ്പം ഓരോരുത്തരുടെ നക്ഷത്രങ്ങൾക്കനുസരിച്ച് ഇതിൻ്റെ രൂപത്തിന് വ്യത്യാസം വരും. ഉപയോഗിക്കുന്ന മീൻസ് ഈ മുളയ്ക്ക് പകരം വേറെ സാധനങ്ങളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരിത് ചെയ്തു. പക്ഷേ ഇന്ന് ആ കൊച്ച് പഠിക്കാൻ തുടങ്ങി, ശക്തമായി നല്ല നിലയിൽ പഠിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ പിന്നൊരു ദിവസം ഈ വ്യക്തികളെ കണ്ടപ്പോൾ അവർ പറഞ്ഞതാണ്, ഈ കരിങ്കണ്ണെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് തട്ടിക്കഴിഞ്ഞാൽ ജീവിതം നശിച്ചു പോകും. ഒരു പക്ഷേ നിങ്ങളിൽ പലരും ഇത്തരം പ്രശ്നങ്ങളുടെ ബുദ്ധിമുട്ടൊന്നുണ്ടാകാം. ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങൾക്കൊരു ടെക്സ്റ്റ് ഇടുക.